Hello. Welcome to market discussion of the day. Today, January 23, 2025, Thursday ആണ്. സോ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ കഴിഞ്ഞ ആഴ്ചത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ടൊക്കെ ഒരുപാട് മെസ്സേജസ് വന്നു. എന്താണ് ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ അടുത്ത ബാച്ചിൽ കയറുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഇനിയും കയറണം എന്നുള്ള ആൾക്കാർക്ക്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ, എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഫണ്ടമെൻ്റൽസ് ഇന്നൊരു ഭയങ്കര കോംപ്ലക്സ് ഡേ ഒന്നും അല്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെൻ്റൽസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ UK ടൈമിംഗ് 1:30 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. ഓക്കെ, രണ്ടാമത് വൈകുന്നേരം 5 മണിക്ക്, അതായത് ഇന്ത്യ ടൈം 10:30 മണിക്ക് EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും വരുന്നുണ്ട്. ഓക്കെ സാർ, നോർമലി ഈ EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് 8:30 മണിക്ക് വന്നുകൊണ്ടിരുന്ന ന്യൂസാണ് ഇന്ത്യയിൽ. ഇവിടെ UK 3 മണിക്കാണ് ഈ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ടൈം മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധയിലിരിക്കണം. അതേപോലെ തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് മാറി നിൽക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വേറൊന്നുമല്ല, ഈ ആഴ്ച വേറെ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ഉറപ്പായിട്ടും ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്ന് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്നൊന്നും നമുക്കറിയില്ല. പുള്ളിക്കാരൻ പല ആൾക്കാരെയും പല രാജ്യങ്ങളെയൊക്കെ ഓപ്പണായിട്ട് വെല്ലുവിളിക്കുകയും ഓപ്പണായിട്ട് തെറിവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് എന്താണ് അതിനകത്തുനിന്ന് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് റഷ്യ ഉക്രൈൻ വാറൊക്കെ പുള്ളിക്കാരൻ അവസാനിപ്പിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഇസ്രായേൽ എന്താ പറയുക പാലസ്തീൻ വാറിൻ്റെ അതിനകത്തൊരു സീസ് ഫെയർ ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ പലവട്ടം ഇതേപോലെ പല രാജ്യങ്ങളുമായിട്ടും സീസ് ഫെയറിലോട്ട് വന്നതിന് ശേഷം പിന്നീട് തൊട്ടു പിറ്റേ ദിവസം പോയി ബോംബിടുന്ന ഒരു പറ്റം ആൾക്കാരായത് കൊണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സീസ് ഫെയർ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പോയി വീണ്ടും പാലസ്തീനിൽ പോയി ബോംബിടത്തില്ല എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടിട്ട് ആണ് സത്യം പറഞ്ഞാൽ ഗോൾഡിൻ്റെ റേറ്റ് ഒന്നും വലുതായിട്ട് താഴോട്ട് പോവാത്തത്. പക്ഷേ ഉറപ്പായിട്ട് ഉക്രൈൻ റഷ്യ വാറിനകത്തൊരു സീസ് ഫയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ റേറ്റ് താഴോട്ട് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, സോ പിന്നീട് എന്താണ്, അതാണ് മാർക്കറ്റിനെ ഭയങ്കര ലെവലിലൊന്ന് മാറ്റാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസ്. പിന്നെ ബാക്കി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. ഉറപ്പായിട്ടും ഇപ്പോൾ കാനഡ, മെക്സിക്കോ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം താരിഫുകൾ ഏർപ്പെടുത്തി. ഇനി ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ എത്രമാത്രം താരിഫുകൾ എന്താ പറയുക വെക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗോൾഡിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 2780 അല്ലെ 2790 എന്നുള്ള പറഞ്ഞ റേഞ്ചൊക്കെ മുകളിലോട്ട് പോയി 3000 വരെ എത്താം. ഓക്കെ, പക്ഷെ അതിൻ്റെ നടുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് നമ്മൾ എന്താ പറയുക ബൈ ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അവിടെയും നമുക്ക് പേടിക്കേണ്ട കാര്യം, ഒരു സീസ് ഫെയർ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാത്തത് കൊണ്ടിട്ട് എന്താ പറയുക നോർമൽ രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ആ സീസ് ഫെയർ വന്ന് നമുക്ക് മാർക്കറ്റ് താഴോട്ട് ഒരു $200 to $300 ഒക്കെ താഴെ വന്ന് നമുക്കൊരു പ്രോപ്പർ സപ്പോർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു ബൈ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഉറപ്പായിട്ടും താരിഫുകൾ എല്ലാ രാജ്യങ്ങൾക്കും മേലെ പുള്ളിക്കാരൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഗോൾഡ് മുകളിലോട്ട് പോവും. ഗോൾഡ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു 3000 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി നടക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യാതിരിക്കുക. ചിലപ്പോഴൊക്കെ ഒറ്റ ക്യാൻഡിലൊക്കെ ഗോൾഡ് ഒറ്റ അടിക്കൊക്കെ ആയിരിക്കും താഴോട്ട് പോകും സീസ് ഫെയറെല്ലാം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ, നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പോൾ JPY ഇപ്പം നിൽക്കുന്നത് 156.52 518.
അപ്പോൾ ഇന്നലെ നമ്മൾ 156 അവിടുന്ന് സെല്ലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏഷ്യൻ സെഷനിൻ്റെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 50 പിപ്പോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇന്ന് മാർക്കറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല JPY എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇന്നലത്തെ ഒരൊറ്റ ക്യാൻഡിൽ പോലും 156 താഴെയായിട്ട് വന്നിട്ടില്ല. പക്ഷേ 156 മുകളിലായിട്ടൊരു ബൈ എടുക്കാനായിട്ട് പറയാനായിട്ടുള്ളൊരു സമയമായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും 156 എത്തിക്കഴിഞ്ഞാൽ ബൈ എടുക്കാനായിട്ട് ഉള്ളൊരു ടൈം ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എങ്ങാനും മാർക്കറ്റ് ഓടിക്കേറി മുകളിലോട്ട് പോയി 162 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഉറപ്പായിട്ടും സെല്ല് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴോട്ട് പോയി 152 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളെ എനിക്കറിയത്തുള്ളൂ. ബാക്കി എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 156 ചിലപ്പോൾ ബൈ എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി എല്ലാം തുറന്നിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം എല്ലാ ക്യാൻഡിൽസും 156 മുകളിൽ ഓപ്പൺ ആയി എന്നുള്ളതൊരു സത്യമാണ്. എങ്കിൽ പോലും എനിക്കൊരു ഡൗട്ടുണ്ട് 156 അത് സപ്പോർട്ട് പിടിക്കുമോ എന്നുള്ള കാര്യത്തിനകത്ത്. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദ മാർക്കറ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ട്രേഡ് ചെയ്യുന്നതല്ലേ നല്ലത്. എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് നമ്മൾ ആരെ കാണിക്കണം? നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ലേ ട്രേഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം 162 എത്തിയില്ലെങ്കിൽ JPY ട്രേഡ് ചെയ്യേണ്ട, 152 എത്തിയില്ലെങ്കിൽ JPY ട്രേഡ് ചെയ്യേണ്ട. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോ USD വരുമ്പം യൂറോ 1.0414 ആ റേഞ്ചിൽ നിൽക്കുകയാണ് ഇപ്പം. ഉറപ്പായിട്ടും 1.0400 എന്ന് പറയുന്ന റേഞ്ച് ഇന്നത്തെ ദിവസവും ഇതേവരെ 1.0400 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് യൂറോയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പക്ഷേ ഞാൻ ഒരു കാരണവശാലും ഇവിടെ വെച്ചൊരു ബൈ ചെയ്യാനെന്ന് ഞാൻ പറയുന്നില്ല. വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റിനെ. 1.0500 അടുത്ത് വെച്ച് മാർക്കറ്റ് മുകളിലോട്ട് ഒരു ക്യാൻഡിൽ പോലും 1 അവർ ക്യാൻഡിൽ അത് ക്രോസ് ചെയ്യാതെ മുകളിലോട്ട് പോയാൽ അവിടുന്ന് സെല്ല് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തത് 1.0200 അടുത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യാം. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി യൂറോയിൽ ഞാൻ പറയുന്നുള്ളൂ, ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ നേരെ നമ്മൾ GBP പോകുമ്പം GBP 1.2300 ഇന്നലെയും ഇന്നും ഒരു ക്യാൻഡിൽ പോലും 1.2300 താഴെയായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് GBPയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ധൈര്യമില്ല 1.2300 മുകളിലായിട്ട് അവിടെ വെച്ചൊരു ബൈ എടുക്കാനായിട്ട് ഞാൻ പറയത്തില്ല. പക്ഷേ വേണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എടുക്കാം. യൂറോയിൽ ഞാൻ പറയത്തില്ല അത് എടുക്കാനായിട്ട്, ബൈ ചെയ്യാനായിട്ട്. പക്ഷേ GBPയിൽ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഒരു $25,000 ഒക്കെ അക്കൗണ്ടുള്ള ഒരാളാണെങ്കിൽ GBPയിൽ ഇവിടെ നിന്ന് ഒരു ലോട്ട് ബൈ ചെയ്യാം. മാർക്കറ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ 1.2200 വീണ്ടും ഒരു ലോട്ട് ബൈ ചെയ്യാം. ഓക്കെ, അതിനകത്ത് തെറ്റില്ലാത്ത കാര്യമാണ്. കാരണം GBP ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കറൻസിയാണ്. ഇപ്പം യൂറോ പോലെ ഒരു കറൻസി അല്ല GBP. ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം. ബൈ സൈഡിൽ നിന്ന് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റ് എങ്ങാനും താഴെ കിട്ടിയാൽ 1.2200 നോർമൽ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് 1.2200 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വേണം. 1.2160 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വേണം എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക എന്നുള്ളതല്ല, ആ സ്റ്റോപ്പ് ലോസ് ഇടുക. ഓക്കെ, പിന്നീട് 1.2500 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ലോട്ട് സെല്ല് ചെയ്യാം. അതായത് ഒരു ലോട്ടിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 0.5 ലോട്ടോ അല്ലെങ്കിൽ ഒരു 0.3 ലോട്ടോ ഇട്ട് സെല്ല് ചെയ്യാം. കാരണം ഉറപ്പായിട്ടും അവിടെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടായത് കൊണ്ടിട്ടാണ് അത് പറയുന്നത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടണം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരിക്കലും സെല്ല് ചെയ്യരുത്. ബൈ ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിലും ഇവിടെ വെച്ച് ബൈ ചെയ്യാം. നിങ്ങളുടെ വെറുതെ ഇപ്പോൾ $1000 ഒരാൾ ഒരു ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. $25,000 $50,000 ഉള്ള ഒരാൾ ഒരു ലോട്ടിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഇപ്പം ബൈ ചെയ്താൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, GBP മാത്രം കേട്ടോ, വേറെ ഒന്നും ചെയ്യരുത്. GBP മാത്രം ബൈ ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ്
ഒരു സാച്ചുറേറ്റഡ് സ്റ്റേജിലൊക്കെ നിൽക്കുകയാണ്. 2760 ബ്രേക്ക് ചെയ്യാതെ ഇന്നലത്തെ ദിവസം 2760 ഒരു ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് കാണാം അല്ലേ. സോ നമുക്ക് 2760 ടു 2780 എന്ന് പറയുന്നത് ഒരു ബഫർ സോണാണ്. അവിടെ വെച്ച് നമുക്ക് എന്താ തീരുമാനിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ 2780 അല്ലെങ്കിൽ 2790 അവിടെ നമുക്ക് മാർക്കറ്റിനെ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2745 വേണമെങ്കിൽ ഒരാൾക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 2730 നല്ലൊരു, ഞാൻ 2730 എത്തിയാൽ മാത്രമേ ബൈ ചെയ്യുള്ളൂ. 2745 ബൈ ഉണ്ട്, ഒരു മൈനർ ബൈ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൈനർ സപ്പോർട്ട് അവിടെ ഉണ്ടായതുകൊണ്ടിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ ചെറിയ ലോട്ട് ബൈ ചെയ്യാം. പക്ഷേ 2730 ഒരു പ്രോപ്പറായിട്ടുള്ളൊരു നല്ലൊരു ബൈ കിടക്കുന്നത് 2730 ഓക്കെ. 2760 കിട്ടിയാൽ വീണ്ടും അവിടുന്ന് സെല്ല് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് സെല്ല് ചെയ്യാം. ഞാൻ സെല്ല് ചെയ്യില്ല, കാരണം വേറൊന്നുമല്ല, ഗോൾഡ് ഡൗൺ ട്രെൻഡ് അല്ല, ഗോൾഡ് അപ്പ് ട്രെൻഡ് ആണ്. ഗോൾഡ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നമ്മൾ ഒരു കാരണവശാലും ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കരുത്. നമ്മൾ ഫോളോ ദ ട്രെൻഡ് എന്ന് പറയും അല്ലേ. അപ്പം എനിക്ക് ഗോൾഡ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് എപ്പോഴൊക്കെ നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് 2760 ഞാൻ സെല്ല് ചെയ്യില്ല. 2760 വേണമെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. പക്ഷേ 2790 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് സെല്ല് ചെയ്യും. കാരണം വേറെ ഒന്നുമല്ല, സിമ്പിൾ ലോജിക്ക്, അവിടെ ഓൾ ടൈം ഹൈ ഓഫ് ഗോൾഡ് ആണ്. ഗോൾഡ് ഉണ്ടായതിനു ശേഷം ഏറ്റവും വലിയ പ്രൈസ് 2790. അതുകൊണ്ട് ഞാൻ അവിടുന്ന് സെല്ല് ചെയ്യും. ഓക്കെ, സോ ഇന്നെങ്ങാണോ അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് സെല്ല് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ സെല്ല് ചെയ്യണം. കാരണം വേറെ ഒന്നുമല്ല, നമ്മളുടെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഗോൾഡ് ഫ്ലൈയിങ് മോഡിലാണ് ഇപ്പം. എന്താ പറയുക, ഗോൾഡ് അപ് ട്രെൻഡ് ആണ്. അതിൻ്റെ പേരിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ ഒരു 2795 96 നിങ്ങൾക്ക് കഴിഞ്ഞ എത്രമാത്രം ഹൈ പോയി അതിനെക്കാട്ടിലും ഒരു 60 പിപ്പ് 70 പിപ്പിൻ്റെ ഇതായിട്ട് ചെയ്താലും മതിയാവും. ഓക്കെ, ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നതായിരിക്കും ബെറ്റർ. കാരണം പൈസ വെറുതെ നമ്മൾ ലൂസ് ചെയ്യണ്ടല്ലോ അല്ലേ. കാരണം ഇതിനകത്ത് ലോജിക്കൊന്നുമില്ല, അത് ഓൾ ടൈം ഹൈ ആയതുകൊണ്ടിട്ട് നമ്മൾ അവിടുന്ന് സെല്ല് ചെയ്യുന്നുള്ളേ ഉള്ളൂ, അല്ലാതെ വേറെ ടെക്നിക്കൽസ് ഉണ്ടായിട്ടൊന്നും അല്ല അവിടുന്ന് സെല്ല് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഭയങ്കരമായ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നതെന്നും പറയാൻ പറ്റാത്ത ഒരു ടൈമാണിപ്പോൾ. പക്ഷേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അടുത്ത 2 വർഷം ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഫോറക്സ് ട്രേഡിംഗ് ആണെങ്കിലും US സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും US സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ക്രിപ്റ്റോസ് ആണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് നല്ല കാലമാണ്. നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു സമയമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കുറച്ച് കാലം എന്താണ് ട്രംപിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് കുറച്ച് ദിവസം, ഒരു 2-3 ആഴ്ചയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പർ അവസരങ്ങൾ മാർക്കറ്റ് നമുക്ക് തരും. അപ്പം അതെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്താ പറയുക, പക്ക ഓപ്പർച്യൂണിറ്റീസ് മാത്രം ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇന്ന് കിട്ടണം എന്ന് പോലുമില്ല, മനസ്സിലായോ? അപ്പോൾ പക്ക ഓപ്പർച്യൂണിറ്റീസ് മാത്രം എടുത്ത് പോവുക എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ goodbye.